ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. അങ്കിളിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാ അമ്മ സുഖമായത്. എല്ലാം ദൈവമഹത്വത്തിന്. ഫ്രാൻസിസ് അങ്കിൾ, വിശുദ്ധ പത്രോസിന്റെ കഥ ബാക്കി കൂടി പറയാമോ? ബാക്കി കൂടി പറയൂ അങ്കിൾ. തീർച്ചയായും. ഇന്ന് നമുക്ക് ബാക്കി കഥ കൂടി കേൾക്കാം. ഈശോ ദൈവപുത്രനാണെന്ന് വിശുദ്ധ പത്രോസ് പറഞ്ഞു. അതുവരെയല്ലേ നമ്മൾ പറഞ്ഞത്? 3 വർഷം ഈശോയോടൊത്ത് ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് ഭയപ്പെട്ടിരുന്ന ദിനങ്ങൾ അടുത്തു വന്നു. ഈശോയ്ക്ക് അവരെ വിട്ടുപിരിയാനുള്ള സമയമായിരുന്നു. ഈശോ പിതാവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഒരു സഹായകനെ, പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു. എന്നാലും പത്രോസിന് ഈശോയെ പിരിയാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അവൻ ഈശോയെ അത്രയധികം സ്നേഹിച്ചിരുന്നു. അത് യഹൂദന്മാരുടെ തിരുനാളായ പെസഹാകാലമായിരുന്നു. തന്റെ ശിഷ്യന്മാർക്കായി ഈശോ അന്നൊരു അത്താഴമൊരുക്കി. അത്താഴം കഴിക്കുന്നതിന് മുൻപ് ഈശോ അവരുടെ പാദങ്ങൾ കഴുകി. അങ്ങ് എന്റെ പാദങ്ങൾ കഴുകാൻ പോകുകയാണോ? ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലാവുകയില്ല, എന്നാൽ പിന്നീടത് മനസ്സിലാവും. വേണ്ട, എന്റെ പാദങ്ങൾ കഴുകാൻ ഞാൻ അങ്ങയെ അനുവദിക്കില്ല. ഞാൻ നിന്റെ പാദങ്ങൾ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല പത്രോസ്. അങ്ങനെയെങ്കിൽ എന്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ പോരല്ലോ? അതെന്തുകൊണ്ടെന്നാൽ കുളി കഴിഞ്ഞവന്റെ ശരീരം ശുദ്ധമായിരിക്കും, പിന്നെ അവന്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി. പെസഹ വിരുന്ന് കഴിഞ്ഞ് ഈശോ പ്രാർത്ഥിക്കാനായി ശിഷ്യന്മാരെയും കൂട്ടി ഒലിവുമലയിലേക്ക് പോയി. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കും. കർത്താവേ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ആരങ്ങയെ ഉപേക്ഷിച്ചാലും എനിക്കങ്ങയെ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല. പത്രോസേ, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് രാത്രി 2 തവണ കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ ഉപേക്ഷിച്ച് പറയും. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനെ ആവട്ടെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈശോ അല്പം കൂടി മുന്നോട്ട് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ ഈശോ തിരികെ വന്നപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. സൈമൺ, എന്താണ്? 1 മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ, അല്ലെങ്കിൽ പ്രലോഭകൻ നിങ്ങളെ കീഴ്പ്പെടുത്തും. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഈശോ അവരെ വിട്ട് വീണ്ടും പ്രാർത്ഥിക്കുവാനായി പോയി. എന്നാൽ അവിടുന്ന് തിരികെ വന്നപ്പോൾ വീണ്ടും ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് കണ്ടത്. അങ്ങനെ 3 പ്രാവശ്യം ഇതുതന്നെ സംഭവിച്ചു. എന്താ? ക്ഷമിക്കണം അങ്കിൾ, പ്രാർത്ഥനാ സമയത്തും ഞങ്ങളും ഉറങ്ങാറുണ്ടല്ലോ എന്ന് ഓർത്തുപോയി. TV കാണുമ്പോൾ ഞങ്ങൾ ഒട്ടും ഉറങ്ങാറില്ല അങ്കിൾ. ബാക്കി കൂടി പറയാം അങ്കിൾ. ക്ഷമിക്കണം തടസ്സപ്പെടുത്തിയതിന്. ശരി, പറയാം. അപ്പോൾ ഈശോയെ പിടിച്ചു കൊണ്ടുപോകുവാനായി ഒരു കൂട്ടം പടയാളികൾ മലമുകളിലേക്ക് കയറി വന്നു. യൂദാസ് ആയിരുന്നു അവരെ നയിച്ചിരുന്നത്. കർത്താവേ, നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം. അതാ അവനെ പിടിക്കൂ. അരുത്, അരുത് പത്രോസേ, വാൾ അതിന്റെ ഉറയിലിടുക. എന്നെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, പക്ഷേ ഇവർ പോയിക്കൊള്ളട്ടെ. അവസാനം അവനെ കിട്ടി. അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അവനെ ബന്ധിക്കൂ. ഈശോയെ അവർ ബന്ധിച്ച് പ്രധാന പുരോഹിതന്റെ അടുക്കിലേക്ക് വിചാരണയ്ക്കായി കൊണ്ടുപോയി. ആ സമയത്ത് പത്രോസും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. നിങ്ങളോ? നിങ്ങളെ നസ്രായനായ യേശുവിന്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എന്ത്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. താൻ പിടിക്കപ്പെടാതിരുന്നതോർത്ത് പത്രോസ് സന്തോഷിച്ചു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി. എല്ലാവരും നോക്കൂ, ഇയാൾ അവരിൽ ഒരാളാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ 1 പ്രാവശ്യം പറഞ്ഞില്ലേ അയാൾ അറിയില്ലാന്ന്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എനിക്ക് അയാൾ അറിയില്ല. തീർച്ചയായും നിങ്ങൾ യേശുവിന്റെ ശിഷ്യനാണ്. നിങ്ങളുടെ സംസാരം തന്നെ അത് തെളിയിക്കുന്നു. ഞാൻ ആണയിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ പറയുന്ന മനുഷ്യനെ എനിക്ക് അറിയില്ല.
കോഴി കൂവുന്നത് കേട്ടപ്പോൾ നീ എന്നെ 3 പ്രാവശ്യം ഉപേക്ഷിച്ചു പറയും എന്ന് ഈശോ പറഞ്ഞിരുന്നത് പത്രോസിന് ഓർമ്മ വന്നു. അവൻ പുറത്തുപോയി കർത്താവിനെ ഉപേക്ഷിച്ചു പറഞ്ഞതോർത്ത് കരഞ്ഞു. എന്നാലും എന്റെ കർത്താവേ, എന്തിനാണ് പത്രോസ് ഈശോയെ അറിയില്ല എന്ന് പറഞ്ഞത്? അദ്ദേഹം യേശുവിനെ സ്നേഹിച്ചിരുന്നില്ലേ? നമ്മളും അങ്ങനെ ചെയ്യുന്നില്ലേ? ഈശോ ഇന്നും ജീവിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നമുക്ക് ചുറ്റും നടക്കുന്ന തിന്മ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴൊക്കെ നമ്മൾ ഈശോയെ ഉപേക്ഷിച്ച് പറയുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ദുർബലരല്ലേ? ജിം പറഞ്ഞത് വളരെ ശരിയാണ്. പത്രോസ് ഈശോയെ ഉപേക്ഷിച്ച് പറഞ്ഞതും മാനുഷികമായ ദൗർബല്യം മൂലമാണ്. അതുകൊണ്ടാണ് ഗെത്സമേൻ തോട്ടത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ അവരോട് ആവശ്യപ്പെട്ടത്. ശരിയല്ലേ? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ പത്രോസിനോട് പറഞ്ഞിരുന്നു. എന്നിട്ട് ചെയ്തോ? പക്ഷേ അങ്കിൾ, പത്രോസ് അങ്ങനെ പ്രലോഭനത്തിൽ വീഴാൻ ഈശോ അനുവദിച്ചതെന്താ? ഈശോ എപ്പോഴും പത്രോസിനെ വിശ്വസിച്ചു. ഈശോയ്ക്ക് അറിയാമായിരുന്നു പത്രോസ് തിരുസഭയുടെ നെടുന്തൂണായി മാറുകയും മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന്. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് മനുഷ്യന്റെ ദൗർബല്യത്തിലാണ്. പത്രോസ് പിന്നീട് ധൈര്യശാലിയായി മാറിയോ? കേൾക്കൂ, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഈശോ വധിക്കപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്തപ്പോൾ ഭയന്നുപോയ ശിഷ്യന്മാർ ഒരു വീടിനുള്ളിൽ അടച്ചിരുന്നു. താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈശോ പറഞ്ഞിരുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായിരുന്നില്ല. പത്രോസ് പോലും വിശ്വസിച്ചില്ല. പക്ഷേ 3-ാം ദിവസം അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടു. സമാധാനം നിങ്ങളോടുകൂടെ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈശോ മരിച്ചവരിൽ നിന്ന് സത്യമായി ഉയർത്തെഴുന്നേറ്റുവെന്ന് പത്രോസ് വിശ്വസിച്ചു. ഈശോ പലപ്പോഴും അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈശോയ്ക്ക് തന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ അടുക്കിലേക്ക് പോകാൻ സമയമായി. നിങ്ങൾ ലോകമെല്ലാം പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എല്ലായിടത്തും പോകുവിൻ. നിങ്ങൾ ഭയപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് വരും, നിങ്ങളെ ശക്തിപ്പെടുത്തും. ലോകത്തിന്റെ അതിരുകൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിത്തീരും. പത്രോസിന്റെ വിശ്വാസം അപ്പോഴും ഉറച്ചതായിരുന്നില്ല. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പത്രോസ് ഇനിയും മനസ്സിലാക്കേണ്ടിയിരുന്നു. ഈശോയുടെ അമ്മ മറിയത്തോടും മറ്റു ശിഷ്യന്മാരോടുമൊത്ത് പത്രോസ് ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അന്നൊരു ദിവസം പത്രോസിന്റെ നേതൃത്വവാസന പ്രകടമായി. യൂദാസിനു പകരം നമ്മളൊരാളെ തെരഞ്ഞെടുക്കണം. നാഥ, അങ്ങ് എല്ലാവരുടെയും ഹൃദയവിചാരങ്ങൾ അറിയുന്ന ആളല്ലേ? ഇവരെല്ലാരെയാണ് യൂദാസിനു പകരം തിരഞ്ഞെടുക്കേണ്ടതെന്ന് അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും. അപ്പോൾ കുട്ടികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പത്രോസ് സാവധാനം പ്രാർത്ഥനയുടെ ശക്തിയിൽ വളരുകയായിരുന്നുവെന്ന്. പത്രോസ് അതിന് മറ്റുള്ളവർക്ക് മാതൃകയാണ്. പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അറിയണമെന്ന് നമുക്ക് കാണിച്ചു തന്നു. ഓ, പത്രോസ് ആളാകെ മാറിപ്പോയല്ലോ. തീർച്ചയായും പത്രോസ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നാണ് സംസാരിച്ചത്. അവന്റെ വാക്കുകൾ ജനങ്ങളെ സ്പർശിച്ചു. പത്രോസിന്റെ പ്രസംഗം കേട്ട വളരെ പേർ സഭയിൽ അംഗങ്ങളായി മാറുകയും ചെയ്തു. ശിഷ്യന്മാരെല്ലാവരും സുവിശേഷം പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. ഇനി ദേവാലയവാതിക്കൽ വെച്ച് പത്രോസ് വഴി ദൈവം ചെയ്ത വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് പറയാം. കർത്താവായ ദൈവത്തിന് സ്തുതി. പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോകുകയായിരുന്നു. കൈകൾ നീട്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുടന്തനെ അവർ കണ്ടു. പത്രോസ് അവനോട് പറഞ്ഞു, സ്വർണവും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. ദൈവമേ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. ദൈവകാരുണ്യത്തെ സ്തുതിച്ചുകൊണ്ട് അയാൾ ഓടി നടന്നു. ആഹ്ലാദം കൊണ്ട് അയാൾ ദൈവത്തെ സ്തുതിച്ചു. യേശുവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഹോ, ഇതൊരു അത്ഭുതം തന്നെ അങ്കിൾ. നന്ദി കുട്ടികളെ, നന്ദി. അത് വളരെ സുന്ദരമായിരുന്നു. ഒത്തിരി നന്ദി. ഇവർക്ക് ബൈബിൾ കഥകൾ പറഞ്ഞു കൊടുത്തതിന് വളരെ നന്ദി. അതെനിക്കും ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഇതാ, നിങ്ങളും കുടിക്കൂ. നന്ദി അമ്മേ. എന്നാ നിങ്ങൾ ഇവിടെ ഇരിക്കെ.
എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലി തീർക്കാനുണ്ട്. ശരി, പിന്നെ കാണാം. പത്രോസ് അഭിമാനം കൊണ്ട് ശരിക്കും തുള്ളിച്ചാടി കാണും. ഇല്ല, അത്ഭുതം ദൈവത്തിൽ നിന്നാണെന്ന് പത്രോസ് അറിഞ്ഞിരുന്നു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അത്ഭുതം കണ്ട് ജനങ്ങൾ ഓടി പത്രോസിന്റെയും യോഹന്നാന്റെയും അടുത്തെത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇസ്രായേൽ മക്കളെ, നിങ്ങളുടെ നോട്ടം കണ്ടാൽ തോന്നുമല്ലോ ഈ അത്ഭുതം ഞങ്ങളുടെ ശക്തി കൊണ്ടാണ് സംഭവിച്ചതെന്ന്. ഇവൻ ജന്മനാ മുടന്തനാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ദൈവത്തിന്റെ പുത്രനും നമ്മുടെ രക്ഷകനുമായ യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ അവനെ സുഖപ്പെടുത്തിയത്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എല്ലാ മഹത്വവും ദൈവത്തിന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷകനായ യേശു പീഡനങ്ങൾ സഹിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇനിയെങ്കിലും നിങ്ങൾ അവനെ വിശ്വസിച്ച് പാപപരിഹാരങ്ങൾ ചെയ്യുവിൻ. അവനെ ഉടനെ തന്നെ ബന്ധിക്കൂ. എന്താണിത്? അനങ്ങരുത്. എന്തിനാണ് നിങ്ങൾ എന്നെ ബന്ധിക്കുന്നത്? ഇപ്പൊ നിന്നെ രക്ഷപ്പെടുത്തുന്നത് ആരാണെന്ന് എനിക്കൊന്ന് കാണണം. യേശുവേ, അങ്ങയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.